സ്റ്റുഡൻസ്, അപ്പോൾ BARC ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നലെ വൈകിട്ടോടുകൂടി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമുക്ക് 16-ാം തീയതി വരെയാണ് സമയമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഞാൻ സെക്കൻഡ് ഒരു വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ആ വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. ഈ 2 വീഡിയോയും കാണുമ്പോഴാണ് നിങ്ങൾക്കൊരു ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സിനെ പറ്റി പറയുമ്പോൾ 13th ഓൺലൈൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എഞ്ചിനീയറിംഗിൽ പങ്കെടുത്ത കുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇതിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യില്ലെങ്കിൽ മിനിമം കൺഫർമേഷൻ ബട്ടണെങ്കിലും കൊടുത്താലാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസിന് അവർ എലിജിബിൾ ആവുള്ളൂ. ഹയർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ ഹയർ ഓപ്ഷൻസിൽ ഒരു സീറ്റ് കിട്ടിയാൽ മാത്രമാണ് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സീറ്റ്സ് ഉണ്ടെങ്കിൽ അത് മിസ്സാവുള്ളൂ. ഇപ്പോൾ 16-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 19-ാം തീയതി പ്രൊവിഷണൽ ആയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് വരും. 20th സെക്കൻഡ് അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് വരും. വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ 21-27 ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ ഫിസിക്കലി ജോയിൻ ചെയ്യുക, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ പറ്റിയിട്ട്. ഇനി 1-2 കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് ഞാൻ പറയാം. ഡീറ്റെയിൽ വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പോർട്ടലിൽ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിൽ തന്നെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കാറ്റഗറിയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആ ഒരു കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലൈക്ക് അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആർക്കിടെക്ചർ ആണെങ്കിൽ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ബാർ എയ്ഡഡ് ആണ് നോർമലി നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് അതൊക്കെ നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കോട്ട നോക്കുമ്പോൾ ഗവൺമെൻറ്റിലാവുമ്പോൾ ഗവൺമെൻറ് മെറിറ്റ് എന്നുള്ള ഓഫീസ് എന്നുള്ള രീതിയിലാണ് എടുക്കുക നമ്മൾ നോർമലി. അപ്പോൾ ഗവൺമെൻറ് ബാർ എയ്ഡഡിൽ കോഴ്സ് ഫീ വരുന്നത് 8,650 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓരോ കോളേജസ് ലൈക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, RIT കോട്ടയം, TKM കൊല്ലം ഇതൊക്കെ 1 by 1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വൺസ് ഓപ്ഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇത് പ്രിന്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് കാര്യങ്ങൾ ലൈക്ക് എങ്ങനെയാണ് ഓപ്ഷൻ ഫില്ല് ചെയ്യണമെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന 10 കോളേജസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.